കുട്ടികളിലും യുവാക്കളിലും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അക്രമ വാസനയും ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗം ഇന്ന്. നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ രാവിലെ 10 മണിക്കാണ് യോഗം. ലഹരി ഉപയോഗം തടയാൻ കർമ്മ പദ്ധതി തയ്യാറാക്കലാണ് യോഗത്തിന്റെ ലക്ഷ്യം. വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും സിനിമാ സാംസ്കാരിക മാധ്യമ മേഖലകളിലെ സംഘടനകളുടെയും അധ്യാപക രക്ഷാകർതൃ സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. വി വിനോദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം, അതിൽ മുഖ്യമന്ത്രി വിളിച്ചിട്ടുള്ള യോഗം, അതിൽ സമൂഹത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ടല്ലേ? അറിയ, ഗുഡ് മോർണിംഗ്. നേരത്തെ തന്നെ നിയമസഭയിൽ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പാണ് ഇത്തരത്തിലൊരു യോഗം വിളിക്കും എന്ന കാര്യം. അദ്ദേഹം അപ്പോൾ തന്നെ അത് സൂചിപ്പിച്ചിരുന്നതാണ്. മാത്രമല്ല, കഴിഞ്ഞ 24-ന് മുഖ്യമന്ത്രി ലോ ആൻഡ് ഓർഡർ ADGPയും എക്സൈസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗം വിളിച്ചിരുന്നു. ഇതിലും സംയുക്തമായ പരിശോധനാ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത്. സർക്കാരിന്റെ തന്നെ നിർദ്ദേശപ്രകാരം നേരത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGPയും എക്സൈസ് കമ്മീഷണറും ആദ്യം തന്നെ മറ്റൊരു യോഗം ചേർന്നിരുന്നു. ഇന്നത്തെ യോഗം ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ്, നിയമസഭയിലെ ഹാളാണ്. അവിടെ രാവിലെ 10 മണിക്കാണ് ഈ യോഗം വിളിച്ചിട്ടുള്ളത്. വിവിധ സംഘടനാ പ്രതിനിധികൾ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. വിദ്യാർത്ഥികളുടെ പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ രക്ഷാകർത്താക്കളുടെ പ്രതിനിധികൾ, അധ്യാപകരുടെ പ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങി വിവിധ മേഖലകളിലുള്ള ആളുകൾ ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുക എന്നതാണ്. സമൂഹത്തിൽ വലിയ വിപത്തായി ലഹരി മാറുമ്പോൾ അതിനെ ചെറുക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം, അതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതിന് മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുക്കുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്നത്തെ ഒരു യോഗം വിളിക്കുമ്പോൾ തുടർന്നുള്ള നടപടികൾ, അത് പ്രധാനമായും രാസലഹരിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇങ്ങനെ വീട്ടിലുള്ള ആളുകളെയൊക്കെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളാണ് പലപ്പോഴും ഇത്തരം അതിക്രമങ്ങൾക്കിരയാകുന്നത്. മക്കൾക്കെതിരെ അമ്മമാർ തന്നെ പരാതി നൽകുകയും മാധ്യമങ്ങൾക്ക് മുന്നിൽ അവരുടെ പ്രതികരണം നടത്തുകയും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പലയിടങ്ങളിലും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പല വീടുകളിലും തീർത്തും അരക്ഷിതമായ സാഹചര്യത്തിൽ ആളുകൾ കഴിയേണ്ട സാഹചര്യം. 17 18 ഒക്കെ വയസ്സുള്ള ചെറുപ്പക്കാരാണ് ഇത്തരത്തിൽ അക്രമം കാട്ടുന്നത്. അതിനേക്കാൾ ചെറിയ കുട്ടികൾക്ക്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ലഹരി കിട്ടുന്ന സാഹചര്യമുണ്ട്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ലഹരി കിട്ടുന്ന സാഹചര്യം. മാത്രമല്ല, സർക്കാരിനെ സംബന്ധിച്ച് വെല്ലുവിളി ഈ കണ്ണികളെ, ലഹരി വിൽപ്പനക്കാരെ മാത്രമല്ല, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കോ യുവജനങ്ങൾക്കോ ഈ ലഹരി എത്തിക്കുന്ന ആളുകളെ പിടികൂടുക എന്ന വെല്ലുവിളി മാത്രമല്ല, ഇവരിലേക്ക് എത്തുന്ന ശൃംഖലയുണ്ട്. ഇതിന്റെ വ്യാപാരം നടത്തുന്ന വലിയ വൻകിട സംഘങ്ങളുണ്ട്. ഇവരെയൊക്കെ തന്നെ പിടികൂടുക എന്നതാണ്. മാത്രമല്ല, ഈ കർണാടക, ഒഡീഷ അല്ലെങ്കിൽ മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് പലപ്പോഴും കേരളത്തിലേക്ക് ലഹരി എത്തുന്നു എന്നതാണ്. പ്രത്യേകിച്ച് ഈ ബാംഗ്ലൂരിലൊക്കെ ഈ ആഫ്രിക്കയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള, നൈജീരിയയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകൾ താമസിക്കുന്നുണ്ട്. അവിടുത്തെ യുവാക്കൾ താമസിക്കുന്നുണ്ട്. അവർ പഠനാവശ്യം എന്ന നിലയ്ക്കാണ് കർണാടകയിലേക്ക് എത്തിയിട്ടുള്ളത്. അത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ചില ആളുകൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അങ്ങനെ ആ തരത്തിലാണ്. ഇവരാണ് അവിടെ ഇത് തയ്യാറാക്കുന്നത്. ഇങ്ങനെ ഈ വിദ്യാർത്ഥികളായി എത്തിയിട്ടുള്ള ആളുകൾ അവിടെ തയ്യാറാക്കുകയും അതിന്റെ വലിയ ഒഴുക്ക് കേരളത്തിലേക്ക് നടക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ രാസലഹരികൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങൾ, അങ്ങനെ വലിയ തോതിൽ വാർത്തകളോ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള റിപ്പോർട്ടുകളോ ഒന്നും തന്നെ വന്നിട്ടില്ല. മറിച്ച് കേരളം ഇതിനുള്ള വിളനിലമായി മാറുന്നു. ഇതിന്റെ ഒരു വലിയ മാർക്കറ്റായി കേരളം മാറുന്നു എന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതിനൊരു പരിഹാരം കാണുക, അതിനുവേണ്ടിയാണ് ഇന്നത്തെ യോഗം വിളിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണ് ആര്യ. തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി വ്യാപനത്തിനെതിരെ ശാശ്വതമായ ഒരു പരിഹാരം കാണുക, കർമ്മ പദ്ധതി രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത്. യോഗത്തിന്റെ വിശദാംശങ്ങളാണ് വി വിനോദ് നൽകിയത്.